ഈ സ്റ്റോറി നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 87. അമരന്റെ നക്ഷത്രശക്തി 5-ാം നിലയിലുള്ള മൃഗത്തിന് തുല്യമായിരുന്നില്ലെങ്കിലും വർഷങ്ങളായി നിരവധി ആക്രമണങ്ങൾ നേരിട്ടതിനാൽ ആക്രമണങ്ങളിൽ നിന്ന് മനസ്സിനെ സംരക്ഷിക്കാൻ അവൻ പഠിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ആ അപകടകാരിയായ ആത്മാവ് അമരന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ തന്നെ അവന്റെ ശരീരം കൂടുതൽ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയ ഉടനെ അവന്റെ ശരീരം ഒറ്റയടിക്ക് നിലത്ത് വീണു. അമരന്റെ മുഖത്തിന്റെ നിറം വിളറിയ വെളുപ്പായി മാറി. ക്ഷീണം അവന്റെ മുഖത്ത് തെളിഞ്ഞു തുടങ്ങി. ഇതിലൂടെ അവൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കി. മണിക്കൂറുകളോളം ശാരീരികമായി നടത്തുന്ന പോരാട്ടത്തെക്കാൾ 10 നിമിഷം ഒരു ആത്മാവിനാൽ ആക്രമിക്കപ്പെട്ടാൽ മനുഷ്യൻ തളർന്ന അവശനായി മാറും. അവൻ ശ്വാസം മുട്ടി നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. ഗുരു, ഞാൻ വിജയിച്ചു. ആ ആത്മാവ് അത് പോയോ? അതേ അമര, നീ ജയിച്ചു. നിനക്കിനി ഈ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം, വരുണമിത്രൻ സന്തോഷത്തോടെ പറഞ്ഞു. വരുണമിത്രന്റെ വാക്കുകൾ കേട്ട് അമരൻ വളരെ സന്തോഷിച്ചു. അവൻ ഉടനെ എഴുന്നേറ്റ് വീണ്ടും അല്പം പരിഭ്രമത്തോടെ ആ കറുത്ത തൂവലിൽ കൈവച്ചു. ഇത്തവണ കൈവച്ചപ്പോൾ കഴുകന്റെ ആത്മാവ് അവനെ ആക്രമിച്ചില്ല. അത് മനസ്സിലാക്കിയ അമരൻ ആവേശത്തോടെ ചിരിച്ചു. കറുത്ത കടലാസിൽ എഴുതിയ കാര്യങ്ങൾ അവൻ സ്വായത്തമാക്കാൻ തുടങ്ങി. അവന്റെ ശരീരത്തിൽ നിന്ന് ശക്തികൾ അവന്റെ തോളിലൂടെ അവന്റെ കൈപ്പത്തിയിലേക്ക് പ്രവഹിച്ചു. അമരന്റെ കൈപ്പത്തിയിൽ ഊർജം സംഭരിച്ചപ്പോൾ തൂവലുകളിൽ ഊർജം വീണു. അവ പെട്ടെന്ന് തിളങ്ങാൻ തുടങ്ങി. ഇപ്പോൾ തൂവലിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വന്നു. അവന്റെ കൈപ്പത്തിയിലേക്ക് നേരിട്ട് വീണതിനാൽ തൂവലുകൾ മുമ്പത്തേക്കാൾ കൂടുതൽ തിളങ്ങി. അമരന്റെ കൈപ്പത്തിയിലൂടെ പ്രകാശം പ്രവേശിച്ചു. ശരീരത്തിലെത്തിയ ഉടനെ അത് അവന്റെ ഉള്ളിലെ ഊർജസ്വലതകളോടൊപ്പം ഒഴുകി നേരെ പുറകിൽ ചെന്ന് പെട്ടെന്ന് നിന്നു. പിന്നീട് അത് 2 വഴികളായി പിരിഞ്ഞു. ഈ 2 വഴികളും അമരന്റെ മുതുകിലൂടെ ഒഴുകി അവന്റെ തൊലിയിലെത്തി നിന്നു. അമരന്റെ മുൻചിറകുകൾ ഉടൻ തന്നെ അപ്രത്യക്ഷമായി. ഇത് ശ്രദ്ധിച്ച അമരൻ ആ തൂവലുകൾക്കായി ചുറ്റും നോക്കി. എന്നാൽ ആ തൂവലുകൾ മാന്ത്രികമായി അപ്രത്യക്ഷമായെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അമരൻ ആകെ വിഷമിച്ചു. അമരൻ പൊടുന്നനെ തന്റെ ശരീരവേദന കൊണ്ട് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അവന്റെ നിലവിളി അവന്റെ വേദനയുടെ ആഴം വെളിപ്പെടുത്തുകയും വിയർപ്പ് അവന്റെ നെറ്റിയിൽ ഒലിച്ചിറങ്ങാൻ തുടങ്ങുകയും ചെയ്തു. വേദന സഹിക്കാനായി അവൻ ശബ്ദം കുറച്ച് മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. എന്നാൽ പെട്ടെന്ന് അവന്റെ ശ്വാസം വളരെ വേഗത്തിലായി. അമരൻ വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ട് മെത്തയിൽ കിടന്നുരുണ്ടു. എനിക്കെന്ത് പറ്റി ഗുരുദേവ? എന്നെ ആ മാന്ത്രിക കഴുകന്റെ ആത്മാവ് വീണ്ടും ആക്രമിക്കുകയാണോ? അമരൻ അതീവ വേദനയോടെ ചോദിച്ചു. അവന്റെ വായിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. അവൻ ആത്മാവിന്റെ ആക്രമണത്തെ നിയന്ത്രിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. ബോധം കെട്ട് മെത്തയിൽ തളർന്നു കിടന്നു. കുറച്ചു സമയത്തിനു ശേഷം അമരന്റെ ബോധം തിരിച്ചു കിട്ടി. ആരോ 100 കണക്കിന് സൂചികൾ ശരീരത്തിൽ കുത്തുന്നത് പോലെ ശരീരമാസകലം ഒരു വിചിത്രമായ വേദന അമരന് അനുഭവപ്പെട്ടു തുടങ്ങി. പിന്നെ എങ്ങനെയോ വേദന കടിച്ചു പിടിച്ചു. ധൈര്യം സംഭരിച്ച് തന്റെ നിധിമോതിരം തടവി അതിൽ നിന്ന് ഒരു പച്ചക്കുപ്പി പുറത്തെടുത്തു. അതിനുശേഷം കുപ്പി തുറന്ന് കുറച്ച് തുള്ളി മരുന്ന് കുടിച്ചപ്പോൾ പെട്ടെന്ന് ശരീരത്തിലെ വേദന അപ്രത്യക്ഷമായി. അതിനുശേഷം അമരൻ ഉടനെ എഴുന്നേറ്റിരുന്നു. ആ കറുത്ത കടലാസ് ഒരിക്കൽ കൂടി വായിക്കാൻ ആലോചിച്ചു. കടലാസ് തുറന്നപ്പോൾ അമരൻ ഞെട്ടിപ്പോയി. കയ്യിൽ കരുതിയിരുന്ന കറുത്ത കടലാസിൽ ഒന്നും എഴുതിയിരുന്നില്ല. കടലാസ് ശൂന്യമായിരുന്നു. അതിൽ നിന്നും കഴുകന്റെ ചിറകുകളും അപ്രത്യക്ഷമായിരുന്നു. അമ്പരന്ന് പോയ അമരൻ കുറച്ചുനേരം ആ കടലാസുകളിലേക്ക് നോക്കി നിന്നു. പിന്നെ എങ്ങനെയാണ് അവയിൽ എഴുതിയ വാക്കുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായതെന്ന് അമരൻ ചിന്തിച്ചു തുടങ്ങി. ആ സമയം പെട്ടെന്ന് അമരന് തന്റെ മുതുകിൽ നേരിയ പൊള്ളൽ അനുഭവപ്പെട്ടു. ഉടനെ അവൻ മോതിരത്തിൽ നിന്ന് ഒരു കണ്ണാടി എടുത്ത് തന്റെ പുറകിലേക്ക് നോക്കാൻ തുടങ്ങി. ആ സമയം അവൻ ആ കാഴ്ച കണ്ടു. കറുത്ത കഴുകന്റെ ചിറകുകൾ തന്നിൽ പച്ച കുത്തിയതിന്റെ അടയാളം അവന്റെ മുതുകിൽ കണ്ടു. എന്താണിത്? എന്തിനാ എന്റെ മുതുകിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു അടയാളം ഉണ്ടായത്? ആ മാന്ത്രിക പക്ഷിയുടെ ചിറകാണോ? അതെങ്ങനെ എന്റെ മുതുകിൽ വന്നു?
അമരൻ സ്വയം ചോദിച്ചു. ആ ചിറകുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചിന്തിച്ച് അവൻ തന്റെ ഊർജം ചിറകുകളിലേക്ക് ഒഴുക്കാൻ തുടങ്ങി. അപ്പോൾ അവന്റെ മുതുകിലെ പച്ച കുത്തിയതുപോലെയുള്ള ചിഹ്നം പെട്ടെന്ന് തിളങ്ങാൻ തുടങ്ങി. അത് കറുപ്പിൽ നിന്ന് ധ്രുമവർണ്ണമായി മാറാൻ തുടങ്ങി. അതേസമയം കഴുകന്റെ ചിറകുകൾ അരയടി നീളത്തിൽ വളർന്നു. അവൻ ആശ്ചര്യത്തോടെ ചിറകുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പിന്നിൽ വളരുന്ന ചിറകുകൾ കണ്ട അമരന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അതിനുശേഷം അവൻ ചിറകുകൾ ചലിപ്പിക്കാൻ ശ്രമിച്ചു. അവന്റെ കൽപ്പനയിൽ ചിറകുകൾ ചെറുതായി പറന്നു. പക്ഷേ നിലത്തുനിന്നും ആകാശത്തേക്ക് ഉയർത്താൻ അവയുടെ വേഗത പര്യാപ്തമായിരുന്നില്ല. അവൻ വീണ്ടും ശ്രമിച്ചു. പക്ഷേ നിലത്തുനിന്ന് 1/2 ഇഞ്ച് ഉയരമേ അവന് ഉയരാൻ കഴിഞ്ഞുള്ളൂ. ഉടൻ തന്നെ അമരൻ ഇടറി വീണ്ടും നിലത്ത് വീണു. വരുണമിത്രന് അവന്റെ പ്രവൃത്തിയിൽ ചിരി അടക്കാനായില്ല. എന്താ അമര? ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ ഗുരു, പരിഹാസമാണോ? ഈ ചിറകുകളിൽ ഞാൻ പറക്കാൻ ശ്രമിക്കുകയാണ്. എളുപ്പം പറന്നുയരാനുള്ള വഴി അങ്ങ് പറഞ്ഞു തരുമോ? അമരൻ വരുണമിത്രനോട് ചോദിച്ചു. അമര, നിനക്കിപ്പോൾ ഉള്ള ഈ ശക്തി ഉപയോഗിച്ച് പറക്കാൻ ശ്രമിച്ചാൽ അത് സാധിക്കില്ല. പറക്കാൻ കുറെ അധികം ശക്തി നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ പറക്കാൻ കഴിയും ഗുരു? ഈ ചിറകുകൾ ഉപയോഗിക്കുന്നതിന് വളരെയധികം ശക്തി ആവശ്യമാണ്. നിങ്ങളുടെ നിലവിലെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ദൂരത്തിലോ ഉയരത്തിലോ പറക്കാൻ സാധിക്കില്ല. അമര, ശക്തിയേറിയ ഏത് വിദ്യയും അതിന്റെ യഥാർത്ഥ രൂപത്തിലെത്താൻ കുറച്ച് സമയമെടുക്കും. വരുണമിത്രൻ അമരനോട് പറഞ്ഞു. ഗുരുവിന്റെ വാക്കുകൾ കേട്ട് അമരൻ തന്റെ ശക്തികളെ ചിറകുകളിലേക്ക് ആവാഹിക്കുന്നത് നിർത്തി. ചിറകുകൾ വീണ്ടും ചുരുങ്ങി അവന്റെ മുതുകിൽ ഒരു അടയാളമായി മാറി. അതിനുശേഷം അമരൻ തന്റെ കൈകളും കാലുകളും വളച്ചൊടിക്കാൻ തുടങ്ങി. ശൂന്യമായ കറുത്ത കടലാസ് വീണ്ടും നിധിമോതിരത്തിൽ തന്നെ നിക്ഷേപിച്ചു. എന്നിട്ട് അതേ മോതിരത്തിൽ നിന്ന് കറുത്ത കടലാസിനേക്കാൾ പഴക്കമുള്ള മറ്റൊരു കടലാസ് എടുത്തു. ഇളം മഞ്ഞ നിറമായിരുന്നു ആ കടലാസിന്റെ നിറം. പൂർവികർ ഈ കടലാസ് അസ്ഥികൂടത്തിന്റെ എല്ലുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നതുകൊണ്ട് ഇത് സാധാരണ കാര്യമല്ലെന്ന് അമരന് വ്യക്തമായി മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അമരൻ ഗീതാഞ്ജലിയെ കാണാതെ ആ കടലാസ് നിധിമോതിരത്തിൽ സൂക്ഷിച്ചു വെച്ചതായിരുന്നു. അമരൻ മെല്ലെ നിധിമോതിരത്തിൽ നിന്നും ആ കടലാസ് എടുത്തു. കടലാസിലെ ഉള്ളടക്കം കണ്ടപ്പോൾ അമരൻ ഞെട്ടി. ഇതെന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അമരൻ ആശങ്കയോടെ പറഞ്ഞു. ആ മഞ്ഞ കടലാസിൽ കുറുകെ വരച്ച ഒരുപാട് വരകൾ ഉണ്ടായിരുന്നു. അവൻ ഒരു വരിയിൽ കൈവച്ച് അത് എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കി. ആ വര കടലാസിന്റെ അരികിലേക്കായിരുന്നു വരച്ചത്. ഇത് കണ്ട അമരൻ ആകെ ആശയക്കുഴപ്പത്തിലായി. അവൻ സ്വയം പിറുപിറുത്തു. ഇത് എന്ത് വിഡ്ഢിത്തമാണ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതെന്താ അർത്ഥമാക്കുന്നത്? അവൻ ചിന്തിച്ചു. കുറച്ചു നിമിഷങ്ങൾ ആലോചിച്ച ശേഷം അമരൻ പെട്ടെന്ന് ആ കടലാസ് തലകീഴായി നോക്കാൻ തുടങ്ങി. എന്നിട്ടും അവനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അമരന്റെ അവസ്ഥ മനസ്സിലാക്കി വരുണമിത്രൻ മോതിരത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നു. ഉടനെ പുറത്തിറങ്ങിയ വരുണമിത്രൻ അമരന്റെ കയ്യിൽ നിന്നും കടലാസ് വാങ്ങി സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. അമര, ഈ കടലാസ് കണ്ടിട്ട് ഇതൊരു ഭൂപടത്തിന്റെ ഭാഗം പോലെ തോന്നുന്നു, ഗുരു പറഞ്ഞു. അത് കേട്ട് അമരൻ സ്തബ്ധനായി. എന്താ, ഭൂപടത്തിന്റെ ഭാഗമോ? പക്ഷേ ഇത് എന്തിന്റെ ഭൂപടമാണ്? ആ കടലാസിൽ എന്തെങ്കിലും സവിശേഷ വിദ്യ ഉണ്ടാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ചിന്തിച്ചാണ് അമരൻ ആ കടലാസ് ഗീതാഞ്ജലി നിന്ന് പോലും മറച്ചുവെച്ചത്. പക്ഷേ അതൊരു ഭൂപടമാണെന്ന് കേട്ടപ്പോൾ കടലാസിനെ കുറിച്ചുള്ള അവന്റെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞു. വരുണമിത്രൻ അവനെ അവഗണിച്ചുകൊണ്ട് കടലാസ് മുഴുവൻ ശ്രദ്ധാപൂർവം തുറന്നു വായിക്കാൻ തുടങ്ങി. പിന്നെ കടലാസിന്റെ ഒരു മൂലയിലെ മങ്ങിയ ചിത്രത്തിൽ വരുണമിത്രന്റെ കണ്ണുകൾ പതിഞ്ഞു. ആ സമയം ആ ചിത്രം കൂടുതൽ വ്യക്തമാവാനായി ഗുരുദേവൻ കണ്ണുകൾ തിരുമ്മി ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ ശ്രമിച്ചു. ആ ചിത്രത്തിൽ തെളിഞ്ഞ രൂപം താമര പോലെയായിരുന്നു. വരുണമിത്രന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. അദ്ദേഹം അമരനെ ഒന്ന് നോക്കി. ഗുരു വീണ്ടും താമരയെ ശ്രദ്ധയോടെ നോക്കി എന്തോ മനസ്സിലാക്കാൻ ശ്രമിച്ചു. താമര
കറുത്തിരുണ്ടിരുന്നു. കാലപ്പഴക്കം കൊണ്ട് വളരെ മങ്ങിയതായിരുന്നു ആ ചിത്രം. താൻ പ്രതീക്ഷിച്ചതിലും എത്രയോ പഴക്കമുള്ള കടലാസാണ് അതെന്ന് വരുണമിത്രന് മനസ്സിലായി. അദ്ദേഹം ആ കടലാസ് അടുത്തു വെച്ച് വീണ്ടും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കറുത്ത തീയിൽ പൊതിഞ്ഞ ഒരു കറുത്ത താമരയെ വരുണമിത്രൻ ആ ചിത്രത്തിൽ ദർശിച്ചു. അത് കണ്ടപ്പോൾ ആ താമര കണ്ടതും വരുണമിത്രന് ഏതോ ഒരു മൃഗശക്തി ഓർമ്മ വന്നു. ആ ഓർമ്മയിൽ വരുണമിത്രൻ വിഷണ്ണനായി മാറി. ഗുരുവിന്റെ ഈ ഭാവമാറ്റം അമരൻ ശ്രദ്ധിച്ചു. വരുണമിത്രനെ അമരൻ കണ്ടുമുട്ടിയ ശേഷം ആദ്യമായിട്ടായിരുന്നു അദ്ദേഹത്തെ ഇത്രയും വിഷമിച്ച രീതിയിൽ അമരൻ കാണുന്നത്. ഗുരുദേവ, ഇതെന്താണ്? എന്താണ് അങ്ങയുടെ മുഖം മാറിയത്? അമരൻ ചോദിച്ചു. ആ കടലാസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമരൻ ചോദിച്ചു. കാരണം വരുണമിത്രനെ ഇത്രയധികം അസ്വസ്ഥനായി താൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ആ കടലാസിൽ എന്തെഴുതിയാലും അത് വിചിത്രമായ എന്തോ രഹസ്യത്തിലേക്കാണ് നയിക്കുന്നതെന്ന് അമരന് മനസ്സിലായി. അമരൻ ആ കടലാസിന്റെ ചിത്രത്തിലേക്ക് നോക്കി. ചിത്രം കണ്ട് ആശ്ചര്യപ്പെട്ട അമരൻ വരുണമിത്രനോട് ചോദിച്ചു, ഇത് എന്താണ് ഗുരുവേ? ഇത് അപൂർവമായ കത്തുന്ന താമരയുടെ പ്രകാശം. വരുണമിത്രൻ തന്റെ ഘനഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞു. ഇത് എവിടെയെങ്കിലും ഉണ്ടോ? ഈ കടലാസ് ആ സ്ഥലത്തിന്റെ ഭൂപടമാണോ? ഇത് ദിവ്യപ്രകാശം പോലുള്ള എന്തെങ്കിലുമാണോ? ഉടനെ അമരൻ ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഉടനെ വരുണമിത്രൻ അമരന് മറുപടി നൽകി ഉച്ചത്തിൽ പറഞ്ഞു, അതേ അമര, ഇത് ദൈവീക പ്രകാശമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഈ പ്രകാശം സാധാരണ ഒരു പ്രകാശമാണ്. എല്ലാ പ്രകാശശക്തികളെക്കാളും ഉന്നതമായ പ്രകാശശക്തിയാണിത്. ഇത് മൂന്നാമത്തെ ശക്തമായ പ്രകാശമാണ്. ഈ പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതെല്ലാത്തിനെയും നശിപ്പിക്കുന്ന അഗ്നിയാണ്. അതായത് ഈ പ്രകാശം ഏത് വസ്തുവിൽ പതിച്ചാലും ആ വസ്തു പൂർണ്ണമായും അപ്രത്യക്ഷമാകും. വസ്തു മാത്രമല്ല, മനുഷ്യരിൽ ഈ പ്രകാശം പതിച്ചാലും അപ്രത്യക്ഷമാവും. ആർക്കും അറിയില്ല അവർ എവിടെയാണ് അപ്രത്യക്ഷമാകുന്നതെന്ന്. അതുകൊണ്ടാണ് ഈ പ്രകാശത്തെ ആത്മീയ പ്രകാശമായി കണക്കാക്കപ്പെടുന്നത്. ഈ ഹിമവാഹിനിയിൽ ഇത്തരത്തിലുള്ള 3 പൂക്കൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഈ പ്രത്യേക പ്രകാശം സൃഷ്ടിച്ച ഈ പ്രത്യേക താമര ഈ ഹിമവാഹിനിയിൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഒരുപക്ഷേ ഇതാ പൂവിന്റെ സ്ഥാനത്തിന്റെ ഭൂപടമായിരിക്കണം, വരുണമിത്രൻ പറഞ്ഞു. വരുണമിത്രന്റെ കയ്യിൽ താമരയുടെ സ്ഥാനത്തിന്റെ ഭൂപടമുണ്ടായിരുന്നു. പെട്ടെന്ന് വരുണമിത്രന്റെ മനസ്സിൽ ഒരു ചിന്ത ഉദിച്ചു. അമര, സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ താമര ഞാൻ കണ്ടിട്ടില്ല. വളരെ പ്രത്യേകതയുള്ള പൂവാണിതെന്ന് കേട്ടിട്ടുണ്ട്. ഈ പൂവിനെ പറ്റി ജനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ആരും ഈ അപൂർവ കമലം ഇതുവരെ കണ്ടിട്ടില്ല. ചിലർ ഇത് വെറും കെട്ടുകഥയാണെന്ന് കരുതുന്നുണ്ട്. ഈ ലോകത്ത് അങ്ങനെ ഒരു പുഷ്പം ഇല്ലെന്ന് തന്നെയാണ് ഞാനും ഒരുപാട് നാളായി കരുതിയിരുന്നത്. പക്ഷേ ദൈവിക പ്രകാശം തേടി അലഞ്ഞപ്പോൾ ഞാൻ ഈ പൂവിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ അത് എവിടെയാണെന്ന് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഭൂപടം കണ്ടപ്പോൾ മാത്രമാണ് എനിക്കും ഈ വിശിഷ്ട താമരയിൽ വിശ്വാസം വന്നത്. ഈ ഭൂപടത്തിൽ നമ്മൾ കാണുന്ന ഈ പുഷ്പം, ഇത് വളരെ അപൂർവവും ശക്തവുമായ പുഷ്പമാണ് അമര, വരുണമിത്രൻ പറഞ്ഞു. വരുണമിത്രൻ പറഞ്ഞത് കേട്ട് അമരന്റെ ഉത്സാഹം വർദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ കണ്ണുകൾ വീണ്ടും ഭൂപടത്തിലേക്ക് പോയപ്പോൾ അല്പം വിഷമത്തോടെ അമരൻ ഗുരുവിനോട് പറഞ്ഞു, എന്നാൽ ഗുരു, നമ്മുടെ കയ്യിൽ ഈ ഭൂപടത്തിന്റെ പകുതി ഭാഗമല്ലേ ഉള്ളൂ. ആ പൂവിനെ തേടി പോകണമെങ്കിൽ മുഴുവൻ ഭൂപടവും വേണം. ഈ പകുതി ഭാഗം കൊണ്ട് നമുക്ക് ആ പുഷ്പം കണ്ടെത്താൻ സാധിക്കുമോ? അമരൻ ആശങ്കയോടെ അന്വേഷിച്ചു. ഇത്ര വലിയൊരു മഹത്തായ വിവരം ലഭിച്ചിട്ടും ഈ സൗഭാഗ്യം താങ്കൾക്ക് കണ്ടെത്താൻ സാധിക്കാതെ പോകുമോ എന്നൊരാശങ്ക അമരന്റെ മുഖത്ത് നിഴലിച്ചു. അമരന്റെ സങ്കടം മനസ്സിലാക്കിയ വരുണമിത്രൻ അവനോട് വിശദീകരിച്ചു. അധ്യായം
സത്യമാണ് അമര. പക്ഷേ ഒരു കാര്യം നിനക്കറിയില്ല. ഈ ഭൂപടത്തിന്റെ ഒരു പകുതി നമ്മൾക്ക് ലഭിച്ചത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം സന്തോഷിക്കണം. എന്നാൽ ഒരു കാര്യം മറക്കരുത്. ഈ സമയം കുമാരന് ഈ ഭൂപടം മുഴുവനായി കൈക്കിട്ടിയാലും ഒരു പ്രയോജനവുമില്ല. കാരണം ആ പുഷ്പം അന്വേഷിച്ചു കണ്ടെത്തിയാലും നമുക്ക് ആ ആത്മീയ പ്രകാശം ലഭിക്കണമെന്നില്ല. അല്പം ക്ഷമയോടെ കാത്തിരിക്കൂ അമര. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശക്തി ആവശ്യമാണ്. എന്നാൽ ഇതുവരെ അത്തരം ശക്തികൾ നീ സ്വായത്തമാക്കിയിട്ടില്ല കുമാര. അതിനാൽ ഈ സമയം നീ ശരിയായ സമയം ആഗതമാവുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അമര. ഇപ്പോൾ ഈ ഭൂപടം നിങ്ങൾക്ക് ലഭിച്ചു. ഇത്തരം ഒരു ഭൂപടം നിനക്ക് ലഭിക്കുമെന്ന് നീ കരുതിയിരുന്നോ? ഇല്ല. അപ്പോൾ പിന്നെ അപ്രതീക്ഷിതമായ മറ്റൊരു ദിവസം വരുമ്പോൾ നിനക്ക് ഭൂപടത്തിന്റെ മറുപാതിയും ലഭിക്കും. അപ്പോൾ ഈ ഭൂപടം പൂർണ്ണമാകും. നിങ്ങൾ ആ സമയം വലിയ ശക്തനായി മാറിക്കഴിഞ്ഞിരിക്കും. ഈ പ്രകാശം നിനക്ക് ലഭിച്ചാൽ സങ്കല്പങ്ങൾക്കപ്പുറം നിന്റെ ശക്തി കൂടും. വരുണമിത്രൻ പറഞ്ഞു. എന്നാൽ എനിക്കൊരു സംശയമുണ്ട് ഗുരുവേ. ഈ പ്രകാശം ഒരു ഉന്നതതല പ്രകാശവിദ്യയാണ്. എനിക്കിത് പഠിച്ചെടുക്കാൻ കഴിയുമോ? ഞാൻ ആ പ്രകാശം കണ്ടെത്തിയാലും എനിക്കത് ശരിയായ സമയത്ത് പ്രയോജനപ്പെടുമോ? അമരൻ തന്റെ ആശങ്ക ഗുരുവിനോട് പറഞ്ഞു. വരുണമിത്രൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. തീർച്ചയായും ഇത് പ്രയോജനപ്പെടും. ഈ ഹിമവാഹിനിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു നക്ഷത്ര നിലയിൽ എത്തുമ്പോൾ ആ തലത്തിന്റെ ശക്തി നിങ്ങളെ അടുത്ത തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ശക്തി ഒരു ഗോവണി പോലെയാണ്. നിങ്ങൾ ഓരോ പടവുകളും കയറണം. നിങ്ങൾ ഓരോ പടി കയറുമ്പോഴും നിങ്ങൾ വിജയിച്ചെന്ന് കരുതും. എന്നാൽ ആ ഗോവണി അവസാനിക്കുന്നില്ല. വീണ്ടും വീണ്ടും അനന്തമായ അറിവിന്റെ പടികൾ കയറും തോറും പടികൾ കൂടിക്കൊണ്ടേയിരിക്കും. ആ ചുവന്ന ചെന്നായിയെ ജയിക്കാൻ നിനക്ക് കഴിയുമെന്ന് നീ വിശ്വസിച്ചിരുന്നോ? ഇല്ല, നീ ഒരിക്കലും കരുതിയിരുന്നില്ല ആ ഭീകരൻ ചെന്നായിയെ നിനക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന്. എന്നാൽ നീ അതിനെ പരാജയപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, മാന്ത്രിക മൃഗത്തിന്റെ കഴുത്തറുത്ത് ആ മാന്ത്രിക മൃഗത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വിശിഷ്ട രത്നവും സ്വന്തമാക്കി. വരുണമിത്രൻ പറഞ്ഞു. അത് കേട്ട് അമരൻ ശരിയെന്ന മട്ടിൽ തലയാട്ടി. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വരുണമിത്രനോട് പറഞ്ഞു. ഗുരു, ഗോവണി കയറി മുകളിൽ കയറാൻ ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? ഗുരുവേ, ഏത് മഹാനാണെങ്കിലും അയാൾ കയറ്റങ്ങളിൽ സംതൃപ്തനായിരിക്കും. അമരന്റെ വാക്കുകൾ കേട്ട് വരുണമിത്രന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ആശ്വാസത്തോടെ അദ്ദേഹം മോതിരത്തിലേക്ക് തന്നെ മടങ്ങി. മോതിരത്തിൽ കയറിയ ഉടനെ വരുണമിത്രൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി അമര, നിനക്ക് നല്ല വിശ്രമം ആവശ്യമാണ്. കാരണം നാളെ മുതൽ നീ വീണ്ടും കഠിന പരിശീലനം ആരംഭിക്കുകയാണ്. അതിനായി നന്നായി വിശ്രമിച്ചു കൊള്ളുക. ഗുരു പറഞ്ഞത് കേട്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അമരൻ ചിന്തിച്ചു. ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ വെള്ളച്ചാട്ടത്തിനടിയിൽ ഒരു ശബ്ദം കേട്ടു. ഉറവ വെള്ളം കല്ലുകൾ തകർത്ത് അതിവേഗം വീണുകൊണ്ടിരുന്നു. അത് വീഴുന്നിടത്ത് നിന്നുകൊണ്ട് അമരൻ ആവേശത്തിൽ കുളിച്ചുകൊണ്ടിരുന്നു, സ്വയം മറന്ന്. വെള്ളം മലയിലൂടെ ഒഴുകുമ്പോൾ അയാൾ കണ്ണുകൾ അടച്ചു. അതിന്റെ വേഗതയെ നേരിടാൻ ശ്രമിച്ചു. ആരോ തനിക്ക് നേരെ ഒരു വലിയ ജലപീരങ്കി തൊടുത്തുവിടുന്നത് പോലെ ആ വെള്ളച്ചാട്ടത്തിൽ നിന്നപ്പോൾ അമരന് അവന്റെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വരുന്നതായി തോന്നി. പിന്നെ അമരൻ അവിടെ നിന്നും ഒഴുകുന്ന വെള്ളത്തിന്റെ വേഗതയിൽ നീങ്ങി ഗുഹയ്ക്കടുത്തുള്ള മരങ്ങൾ ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ പൊടുന്നനെ അവന്റെ മോതിരം ഒന്നനങ്ങി തുടങ്ങി. വരുണമിത്രൻ പതിയെ അതിൽ നിന്നും പുറത്തേക്ക് വന്നു. പുറത്തിറങ്ങിയ ഉടനെ അവൻ അമരനെ നോക്കി ഒരു പുഞ്ചിരിയോടെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന മരകഷ്ണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവിടേക്ക് നോക്കമര, ഇനി മുതൽ എല്ലാ ദിവസവും രാവിലെ നീ ഈ മരകഷ്ണങ്ങൾ ഉപയോഗിച്ചാണ് പരിശീലിക്കാൻ പോകുന്നത്. ഗുരു പറഞ്ഞു. ഗുരു, ഈ മരകഷ്ണം കൊണ്ട് നമ്മൾ എന്തു ചെയ്യും? അമരൻ ചോദിച്ചു. ഞാൻ ഈ മരകഷ്ണങ്ങൾ കൊണ്ട്
നിന്നെ ആക്രമിക്കാൻ പോവുകയാണ്. എന്റെ ആക്രമണത്തിൽ നിന്ന് നീ നിന്നെ തന്നെ സംരക്ഷിക്കണം. അതും നിന്റെ പുറകിലെ കല്ല് മാറ്റാതെ വേണം എന്റെ ആക്രമണത്തെ തടയുന്നത്. അതുമാത്രമല്ല അമര, നീ ഈ പരിശീലനം ചെയ്യുമ്പോൾ അഷ്ടശക്തികൾ അല്ലെങ്കിൽ ശൂന്യമായ കൈവിദ്യ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. അത് കേട്ട് അമരൻ തലയുയർത്തി അവിടെ തൂങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. തനിക്ക് ഈ വേല വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് അമരന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ആ തടിക്കഷ്ണങ്ങളിൽ നിന്ന് തന്റെ വേഗത കൊണ്ട് അനായാസം രക്ഷപ്പെടുമെന്ന് അമരൻ കരുതി. എന്താ അമര, ഇപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാൻ തയ്യാറാണോ എന്ന് ഗുരു ചോദിച്ചപ്പോൾ അമരൻ പറഞ്ഞു, തീർച്ചയായും ഗുരുദേവ, നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ്, അവൻ പറഞ്ഞു. എന്നിട്ട് അവൻ തടികൾ ലക്ഷ്യമാക്കി വേഗത്തിൽ നീങ്ങാൻ തുടങ്ങി. അവന്റെ കാലുകൾ നിലത്തുറപ്പിച്ചു. പിന്നെ വരുണമിത്രനെ നോക്കി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ഞാൻ തയ്യാറാണ് ഗുരു. ഇത് കേട്ട വരുണമിത്രൻ അമരനെ നോക്കി പറഞ്ഞു, എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് അമര. എന്നാൽ എത്ര മരക്കഷ്ണങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് കാലത്തിന് മാത്രമേ അറിയൂ, വരുണമിത്രൻ പറഞ്ഞു. അവൻ തന്റെ ഇരു കൈകളും ചുറ്റി വലിക്കാൻ തുടങ്ങി. ഉടനെ അമരന്റെ കൈകൾക്കരികിൽ ഒരു വലിയ കാറ്റ് രൂപപ്പെടാൻ തുടങ്ങുന്നത് അമരൻ കണ്ടു. അതുടൻ തന്നെ മരക്കഷ്ണങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. ഓരോ മരക്കഷ്ണവും അമരന്റെ നേർക്കെറിഞ്ഞു. അവൻ ആ മരക്കഷ്ണങ്ങൾ തനിക്ക് നേരെ വരുമ്പോൾ അതിന്റെ ഗതി തിരിച്ചുവിടാൻ തുടങ്ങി. അവന്റെ വേഗത തീരെ കുറവായതിനാൽ മരക്കഷ്ണങ്ങളുടെ ആക്രമണം അമരനെ വേദനിപ്പിക്കാൻ തുടങ്ങി. ദേഹത്ത് വേദന അനുഭവപ്പെട്ടപ്പോൾ അമരന്റെ പുഞ്ചിരി അപ്രത്യക്ഷമായി. അവൻ വീണ്ടും വീണ്ടും ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന വരുണമിത്രനെ നോക്കി. ഈ സമയം അമരനും ആക്രമണത്തിന് തയ്യാറായി നിന്നു. കാറ്റ് വീശിയ ഉടൻ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മരക്കഷ്ണം അമരനെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. ആ സമയം അമരൻ പെട്ടെന്ന് പുറകിലേക്ക് കുനിഞ്ഞ് നിലത്ത് തൊട്ടു. അവന്റെ കൺമുന്നിലൂടെ ആ മരം അവനെ തൊടാതെ കടന്നുപോയി. എന്നാൽ എഴുന്നേൽക്കുന്നതിന് മുമ്പ് മറ്റൊരു മരക്കഷ്ണം അവന് നേരെ വരാൻ തുടങ്ങി. അവനുടനെ വായുവിലേക്ക് ചാടി ഒരു മരക്കഷ്ണത്തിൽ കാലുകൾ വെച്ചു. ശേഷിച്ച കഷ്ണങ്ങൾ ഒഴിവാക്കാൻ തുടങ്ങി. എന്നാൽ തന്റെ കാലുകൾ ആ മരക്കഷ്ണത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന് അമരൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഇതുമൂലം അമരൻ കനത്ത പ്രഹരം ഏറ്റുവാങ്ങി. എന്നാൽ ബുദ്ധിമാനായ അവൻ തന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തന്റെ ശക്തികൾ ശേഖരിച്ച് അവന്റെ കാലുകളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവൻ തന്റെ കാലുകൾ മരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചു. ഇത്തവണ അവൻ പ്രത്യാക്രമണത്തിൽ വിജയിച്ചു. പക്ഷേ പെട്ടെന്നുള്ള ചാട്ടം കാരണം അവന്റെ കാൽ തടിയിൽ കുടുങ്ങി. ഇത്തവണ അവൻ പെട്ടെന്ന് സമനില തെറ്റി തറയിൽ വീണു. താഴെ വീണപ്പോൾ അവന്റെ ദേഹത്ത് നിസ്സാര പരിക്കുകൾ പറ്റി. വരുണമിത്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ അമര, പരിശീലനം എങ്ങനെയുണ്ട്? നിങ്ങൾ സന്തോഷവാനാണോ? വരുണമിത്രൻ ചോദിച്ചു. അത് കേട്ട അമരൻ നെഞ്ചിൽ തടവി വേദന കലർന്ന സ്വരത്തിൽ പറഞ്ഞു, അയ്യോ ഗുരുദേവ, ഇത് വളരെ എളുപ്പമാകുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഓരോ ആക്രമണവും എന്നെ അടിമുടി ഉലയ്ക്കുന്നുണ്ട്, അമരൻ പറഞ്ഞു. ഞാൻ തടിക്കഷ്ണങ്ങളിൽ പശ തേച്ചു. ഇത് വളരെ ശക്തമായ ഒരു പ്രത്യേക പശയാണ്. വളരെ ശക്തമാണ്. ഭാവിയിൽ നിന്റെ അസ്ഥികളെ ബന്ധിപ്പിക്കാൻ ഇത് ഉപയോഗപ്രദമാകും. മാത്രമല്ല കുമാര, ഇനി നിനക്ക് നിന്റെ ശക്തി ഉപയോഗിക്കാം അമര. നീ താഴെ വീഴാതിരിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. അതേസമയം നിങ്ങളുടെ നേരെ വരുന്ന മരക്കഷ്ണങ്ങൾ ഒഴിവാക്കുക എന്നതാണ് മുഖ്യം. ഈ കലയിൽ പ്രാവീണ്യം നേടുന്നതുവരെ ഈ പരിശീലനം നമുക്ക് തുടരാം. ഇതും പറഞ്ഞു ഗുരു വീണ്ടും മരക്കഷ്ണങ്ങളിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, നീ വേഗത കുറച്ച് വർദ്ധിപ്പിക്കൂ അമര. എങ്കിൽ മാത്രമേ നിനക്ക് എളുപ്പം ഈ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റൂ, വരുണമിത്രൻ പറഞ്ഞു. ഇതും പറഞ്ഞ് ഗുരു നിശബ്ദനായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് ഈ പരിശീലനം വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അമരന് മനസ്സിലായത്. അതിനുശേഷം അവൻ ദിവസവും പരിശീലനം തുടർന്നു. ഇങ്ങനെ പരിശീലിക്കുമ്പോൾ അറിയാതെ ഒരു മാസം കടന്നുപോയി. ഈ കഴിഞ്ഞ മാസത്തിൽ അമരൻ തടിക്കഷ്ണങ്ങൾക്കൊപ്പമാണ് കൂടുതൽ സമയവും ചിലവഴിച്ചത്. അത് കാരണം അവന്റെ ശരീരത്തിൽ നിരവധി മുറിവുകളുമുണ്ടായി. പരിക്കുകൾ നിമിത്തം ധാരാളം പാടുകൾ അവന് സമ്മാനമായി ലഭിച്ചു.
എന്നാൽ കഠിനാധ്വാനം ഒരിക്കലും വെറുതെയാകില്ല. ഇപ്പോൾ മിക്കവാറും എല്ലാ തടിക്കഷ്ണങ്ങളിൽ നിന്നും ഒറ്റയടിക്ക് രക്ഷപ്പെടാൻ അമരന് കഴിഞ്ഞു. 1 മാസം മുമ്പ് ഒരിക്കൽ 5 കഷ്ണങ്ങൾ വീണ് അമരന് പരിക്ക് പറ്റിയിരുന്നു. അതിന്റെ വേദന കഠിനമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ വലിയ വിജയം നേടിയിരിക്കുന്നു. സ്ഥിരോത്സാഹമാണ് പരമമായ വിജയമെന്ന് അമരൻ തിരിച്ചറിഞ്ഞു. ചുട്ടുപൊള്ളുന്ന വെയിലിലും വെള്ളച്ചാട്ടത്തിലെ വെള്ളം കല്ലുകൾ തകർത്ത് ഒഴുകുന്നുണ്ടായിരുന്നു. അതേ നീരുറവയ്ക്ക് സമീപം അമരൻ തന്റെ പുറകിൽ തൂങ്ങിക്കിടക്കുന്ന കറുത്ത കല്ലുമായി അതിവേഗം നീങ്ങുന്ന മരത്തടികളെ തട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ഇത്തവണ അമരന്റെ ശ്രദ്ധ പൂർണ്ണമായും മരക്കഷ്ണങ്ങളിലായിരുന്നു. മരക്കഷ്ണങ്ങൾ ഒഴിവാക്കാനായി അവൻ ചാടിയും മറിഞ്ഞും പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരുന്നു. അടുത്തുള്ളൊരു വലിയ പാറയിൽ ഇരുന്നു കൊണ്ട് അമരന്റെ വേഗതയിൽ വരുണമിത്രൻ ചിരിക്കുന്നുണ്ടായിരുന്നു. മരക്കഷ്ണങ്ങൾ എത്ര നന്നായി അമരൻ ഒഴിവാക്കിയെന്ന് ഗുരുദേവൻ ശ്രദ്ധിച്ചു. അമരന്റെ ഈ മാറ്റം കണ്ടപ്പോൾ വരുണമിത്രന് വളരെ സന്തോഷമായി. തുടർന്ന് അദ്ദേഹം വായുവിലേക്ക് വേഗത്തിൽ കൈവീശി. പെട്ടെന്ന് ഒരു മരക്കഷ്ണം അവന്റെ നേരെ അതിവേഗം നീങ്ങാൻ തുടങ്ങി. അവൻ ഇതിനകം കടന്നുപോയ ഒരു മരക്കഷ്ണമായിരുന്നു അത്. സാധാരണ മരക്കഷ്ണം കടത്തിവിട്ടാൽ പിന്നെ അതുകൊണ്ട് വീണ്ടും ആക്രമിക്കില്ല. എന്നാൽ ഇന്ന് ഗുരുദേവൻ പരിശീലന നിയമങ്ങളിൽ അല്പം മാറ്റം വരുത്തി. അമരന്റെ അടുത്ത് വീണ്ടും ആ മരക്കഷ്ണം എത്തിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ മരക്കഷ്ണത്തിന്റെ തിരിച്ചുവരവിൽ അമരൻ ചെറുതായി ഒന്ന് പതറി. അവന്റെ ശ്രദ്ധ ഒന്ന് തെറ്റി. തൽഫലമായി എല്ലാ മരക്കഷ്ണങ്ങളും ഒരുമിച്ച് അവന്റെ നേരെ വരാൻ തുടങ്ങി. ഇത് കണ്ട അമരൻ പരിഭ്രാന്തനായി തുടങ്ങി. അടുത്ത നിമിഷം അമരൻ മരക്കഷ്ണങ്ങൾ തന്റെ അടുത്തെത്തിയപ്പോൾ ശ്വാസം അടക്കിപ്പിടിച്ച് ശരീരത്തിൽ സംഭരിച്ച ഊർജം പുറത്തേക്ക് വിട്ടു. പിന്നെ അവൻ തന്റെ കാലുകൾ മരത്തിൽ വെച്ചു. പറക്കുന്ന മരക്കഷ്ണങ്ങൾ ഒഴിവാക്കി. അവന്റെ കാലുകളിൽ മരക്കഷ്ണങ്ങൾ വന്ന് വീണെങ്കിലും അവൻ തന്റെ ശക്തികൾ ഉപയോഗിച്ച് അവയെ ഓരോന്നായി വിടുവിച്ചു. പിന്നെ മറ്റൊരു മരത്തിലേക്ക് ചാടിയപ്പോൾ പറക്കുന്ന ഒരു മരക്കഷ്ണം അവന്റെ ചെവിയോട് ചേർന്ന് കടന്നുപോയി. അതിന്റെ ശക്തമായ കാറ്റിന്റെ ശബ്ദം അമരന് കേൾക്കാൻ കഴിഞ്ഞു. മാസങ്ങൾ നീണ്ട കഠിന പരിശീലനത്തിനൊടുവിൽ അമരന്റെ ആക്രമണ വേഗത ഇപ്പോൾ വളരെ വേഗത്തിലായി. തടിക്കഷ്ണങ്ങളെല്ലാം ശരീരത്തോട് വളരെ അടുത്തുകൂടി കടന്നുപോയിട്ടും ഒരു കഷ്ണത്തിന് പോലും അവനെ തൊടാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ സമയം അമരന് ഒരു കാര്യം നന്നായി മനസ്സിലായി. തക്ക സമയത്ത് തന്റെ ശക്തി ഉപയോഗിക്കണം, അല്ലെങ്കിൽ തന്റെ ശക്തികൾ ഉടൻ അവസാനിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. എനിക്ക് പെട്ടെന്ന് പ്രകാശം കരസ്ഥമാക്കണം, പിന്നെ എന്റെ ശക്തികളെ ഓർത്ത് വിഷമിക്കേണ്ടതില്ല എന്ന് ഇടയ്ക്കിടെ ചിന്തിച്ച് അമരൻ അഭ്യാസങ്ങൾ തുടർന്നു. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു മരക്കഷ്ണം തന്റെ നേരെ അതിവേഗം വരുന്നത് അമരൻ കണ്ടു. പക്ഷെ ആ മരക്കഷ്ണം അടുത്തു വന്നപ്പോൾ അവൻ ലംബമായി ശരീരം വളച്ചു. അതിനുശേഷം അവസാനത്തെ മരക്കഷ്ണം തന്റെ നേർക്ക് വരാൻ തുടങ്ങിയത് അവൻ കണ്ടു. മറ്റെല്ലാ മരക്കഷ്ണങ്ങളെക്കാളും വേഗമേറിയതാണ് ആ മരക്കഷ്ണം. ഈ വേഗതയിൽ അമരനെ ആ മരക്കഷ്ണം തട്ടിയാൽ അവന് വല്ലാതെ വേദനിക്കും. അവസാനത്തെ കഷ്ണം മറ്റുള്ളവയിൽ നിന്ന് വളരെ വ്യത്യസ്തമാകാൻ വരുണമിത്രൻ ബോധപൂർവം ഇത് ചെയ്തു. അതിന്റെ ഭാരം മറ്റുള്ളവയേക്കാൾ കൂടുതലായിരുന്നു. തന്റെ അടുത്തേക്ക് വരുന്ന കഷ്ണം കണ്ട് അമരൻ പെട്ടെന്ന് കണ്ണുകളടച്ച് ഒരു ദീർഘനിശ്വാസമെടുത്തു. അവസാനത്തെ മരക്കഷ്ണം തന്റെ നേർക്ക് വരുന്നതായി അനുഭവിച്ചു. മനസ്സിനെ ശാന്തമാക്കി ആ മരക്കഷ്ണത്തിന്റെ അച്ചുതണ്ട് അമരൻ മനസ്സിലാക്കി. അതേസമയം അത് എത്ര വേഗത്തിലാണ് തന്റെ നേരെ വരുന്നതെന്നും അവന് മനസ്സിലായി. അപ്പോൾ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അമരൻ ആലോചിച്ചത്. വരുണമിത്രൻ അമ്പരപ്പോടെ അമരനെ ശ്രദ്ധിക്കുകയായിരുന്നു. അമരന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നത് കണ്ടയുടനെ ഗുരുദേവന് അത്ഭുതം തോന്നാതിരുന്നില്ല. ഈ കുമാരന് ദിവ്യദർശനം എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാമോ? ഇത് ആലോചിച്ച് വരുണമിത്രൻ അത്ഭുതം കൂറി. അധ്യായം 89. തനിക്ക് നേരെ വരുന്ന തടിക്കഷ്ണം മനസ്സിൽ തെളിഞ്ഞപ്പോൾ തന്നെ അമരന്റെ ശരീരം യാന്ത്രികമായി ആ മരക്കഷ്ണം ഒഴിവാക്കി തുടങ്ങി. അത് ഒഴിവാക്കാൻ വേണ്ടി അമരൻ നിലത്തേക്ക് വീണു. പക്ഷേ അമരനും തടിക്കഷ്ണവും തമ്മിലുള്ള സമനില നന്നായതിനാൽ അവൻ നിലത്ത് സ്പർശിച്ചില്ല. പകരം വായുവിൽ ലംബമായി തൂങ്ങിക്കിടന്നു. അപ്പോൾ അതിവേഗം വന്ന മരക്കഷ്ണം അവനെ കടന്നുപോയി. അവൻ വീണ്ടും വായുവിലേക്ക് ഉയർന്നു. തന്റെ മുന്നിലെ മരത്തിൽ കാലുകൾ ഉറപ്പിച്ചു നേരെ നിലത്ത് നിന്നു. അതിനുശേഷം
അമരൻ ഒരു ദീർഘനിശ്വാസമെടുത്തു. അതിനുശേഷം അമരൻ തന്റെ സമ്പാദ്യ മോതിരം തടവി അതിൽ നിന്ന് ശക്തി ഗുളിക എടുത്ത് കഴിച്ചു. പക്ഷെ അപ്പോഴാണ് അമരൻ തന്റെ ശക്തി ഗുളിക ഇനി 2 മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് ശ്രദ്ധിച്ചത്. അവശേഷിച്ച ഗുളികകളിൽ ഒന്ന് കഴിച്ച് അവൻ സ്വയം പറഞ്ഞു, ഈ 2 ഗുളികകൾ തീരുന്നതിന് മുൻപേ ശക്തി ഗുളികകൾ വീണ്ടും തയ്യാറാക്കണം. തളർന്ന ശരീരം പഴയ അവസ്ഥയിലെത്താൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് വേഗം ഈ ഗുളിക ഉണ്ടാക്കി തുടങ്ങണം എന്നു പറഞ്ഞ് അമരൻ പരിശീലനത്തിലേക്ക് മടങ്ങി. മാസങ്ങളുടെ പരിശീലനത്തിന് ശേഷം തന്റെ ശക്തി ഏതാണ്ട് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇതാണ് പരിശീലനത്തിനുള്ള ഏറ്റവും നല്ല സമയമെന്ന് അവൻ ചിന്തിച്ചു. കാരണം ഈ സമയത്ത് അവന്റെ ശരീരത്തിനും അതിലെ ഓരോ കണത്തിനും ശക്തികളോട് കൂടുതൽ ആകർഷണം തോന്നും. അവൻ പരിശീലനം പുനരാരംഭിച്ചപ്പോൾ ഹൃദയമിടിപ്പ് ശമിപ്പിക്കാൻ ആദ്യം ഒരു ദീർഘനിശ്വാസമെടുത്തു. തുടർന്ന് അവന്റെ ശക്തികൾ ശരീരത്തിന് ചുറ്റും പ്രചരിക്കാൻ തുടങ്ങി. പഞ്ഞി വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ അവന്റെ ശരീരം ആ ശക്തികളെ വലിച്ചെടുക്കുകയായിരുന്നു. അമരൻ അഭ്യാസം തുടർന്നപ്പോൾ ശരീരത്തിൽ പടർന്ന ഊർജം ക്രമേണ അവനിൽ ലയിച്ചു. അവൻ അഭ്യാസം ചെയ്യുന്നത് കണ്ട് വരുണമിത്രൻ വളരെ ആശ്ചര്യപ്പെട്ടു. അവന്റെ ശക്തി പ്രഭാവത്താൽ പാറയിൽ സൂര്യൻ തിളങ്ങുന്നത് കണ്ടു. സമയം എത്രയായി എന്ന് സൂര്യന്റെ നിഴലിൽ നിന്ന് ഗുരു മനസ്സിലാക്കി. സമയം അറിഞ്ഞപ്പോൾ വരുണമിത്രന്റെ കണ്ണുകൾ അമ്പരപ്പോടെ കൂടുതൽ വിടർന്നു. കാരണം ഇന്ന് അമരൻ പതിവിലും കൂടുതൽ സമയം പരിശീലിക്കുകയായിരുന്നു. ഈ കുമാരന്റെ ശരീരം ഇപ്പോൾ ശക്തികൾ കൊണ്ട് നിറഞ്ഞിരിക്കും. പക്ഷേ അവന്റെ ശരീരം ഇപ്പോഴും അവന്റെ ശക്തികളെ ആഗിരണം ചെയ്യുന്നു. അമരൻ 6 നക്ഷത്ര അപരാജിതനാകാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി വേണ്ടിവരൂ, വരുണമിത്രൻ പറഞ്ഞു. ആ കാര്യം ചിന്തിച്ചപ്പോൾ തന്നെ ഗുരുദേവന്റെ മുഖത്തെ അമ്പരപ്പ് മെല്ലെ സന്തോഷമായി മാറുകയും ചുണ്ടിൽ വലിയൊരു പുഞ്ചിരി വിടരുകയും ചെയ്തു. അപ്പോൾ അതേ പുഞ്ചിരിയോടെ വരുണമിത്രൻ അമരനെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അമര, 1.5 മാസത്തിനുള്ളിൽ നിനക്ക് 6 നക്ഷത്ര അപരാജിത പദവി നേടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. കുമാരൻ പാഞ്ചാല ദേശം വിട്ട് പരിശീലനത്തിനായി ലോകം ചുറ്റുന്നത് വളരെ ഉപകാരപ്രദമായി മാറുകയാണ്. ദേശം വിട്ട് പരിശീലനം ആരംഭിച്ചാൽ കൂടുതൽ വേഗത്തിൽ അവിടത്തേക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്ന എന്റെ ധാരണ ശരിയായിരിക്കുന്നു. എനിക്ക് കുമാരനെ കുറിച്ചുള്ള പ്രതീക്ഷ വളരെ വലുതാണ്. എന്നാൽ കുമാരൻ എന്റെ പ്രതീക്ഷകൾക്കപ്പുറം വളരുകയാണ്, വരുണമിത്രൻ പറഞ്ഞു. അമരന്റെ ഈ വേഗത എത്രത്തോളം നിലനിർത്താനാകുമെന്നും പരിശീലനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഗുരു മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അമരനെ നോക്കി. എന്നാൽ പെട്ടെന്ന് ഗുരുവിന്റെ ചിരി അല്പം മങ്ങി. ഈ യുവാവിനെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. ഈ ചെറുപ്രായത്തിലും അമരൻ തന്റെ ദൈവിക ശക്തിയുടെ സഹായത്തോടെ ശക്തി വർദ്ധിപ്പിക്കാൻ കഠിനമായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത് വളരെ തെറ്റാണ്. ഇങ്ങനെ ശക്തി വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായി കിട്ടേണ്ട ശക്തി അവന് കിട്ടാതെ പോകും. അങ്ങനെ സംഭവിച്ചാൽ പരിശീലനത്തിന്റെ അടുത്ത തലത്തിലേക്ക് പോകാൻ ഒരുപാട് സമയമെടുക്കും. അവന്റെ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തിയേ മതിയാവൂ, വരുണമിത്രൻ ഉറപ്പിച്ചു. ആ സമയം ഗുരുദേവൻ വായുവിൽ ഒരു വിരൽ വീശി. ആ കാറ്റിന്റെ മൂളൽ അത് നേരെ പോയി അമരന്റെ ചെവിയിൽ പ്രകമ്പനം കൊള്ളിച്ചു. ഈ പ്രകമ്പനം മൂലം അമരന്റെ സമനില തെറ്റി. അവന്റെ കാലിടറി പെട്ടെന്ന് നിലത്ത് വീണു. താഴെ വീണതോടെ അവന് തന്റെ ശ്രദ്ധ നഷ്ടപ്പെട്ടു. ഉടനെ കണ്ണു തുറന്ന് കോപത്തോടെ വരുണമിത്രനെ നോക്കി. ആ കാറ്റ് സൃഷ്ടിച്ചത് ഗുരുവാണെന്ന് അമരന് നന്നായി അറിയാമായിരുന്നു. പക്ഷെ എന്തിനാണ് തന്റെ പരിശീലനത്തിന് ഗുരുദേവൻ തടസ്സം സൃഷ്ടിക്കുന്നതെന്ന് അമരന് മനസ്സിലായില്ല. ഗുരു, എന്തിനാണ് ഗുരുവേ അവിടുന്ന് ഈ പ്രവൃത്തി ചെയ്തത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ പരിശീലനം നടത്തിയതെന്ന് നിങ്ങൾക്കറിയാമോ? അമരൻ പറഞ്ഞു. അമര, നീ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത്തരത്തിൽ നീ ശക്തി നേടിയാൽ നിന്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. മാത്രമല്ല, നീ അസുഖബാധിതനായി കിടപ്പിലാവും. കൂടാതെ നിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കുറഞ്ഞത് 1 മാസമെങ്കിലും എടുക്കും. നീ പരിശീലനത്തിന്റെ അടുത്ത തലത്തിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു, വരുണമിത്രൻ ചോദിച്ചു. പരിശീലനം നിർത്തിയതിന്റെ കാരണം വരുണമിത്രൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് അമരന് മനസ്സിലായത്. പരിശീലനത്തിനായുള്ള സമയം നഷ്ടപ്പെടുത്തുവാൻ അമരൻ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ
അവൻ തന്റെ തെറ്റ് മനസ്സിലാക്കി. താഴ്ന്ന ശബ്ദത്തിൽ സ്വയം പറഞ്ഞു, ഞാൻ 6 നക്ഷത്രങ്ങൾ നേടുന്നതിന് വളരെ അടുത്തായിരുന്നു. ഒരു പക്ഷേ ഈ ദിവ്യദർശന ധ്യാനത്തിലൂടെ എനിക്കൊരു നല്ല അവസരം നഷ്ടപ്പെട്ടിരിക്കാം. അതോർത്ത് അമരൻ ഖേദിച്ചു. അവൻ ദുഃഖിതനായിരിക്കുന്നത് കണ്ട് വരുണമിത്രൻ അവനെ ആശ്വസിപ്പിച്ചു. അമര, നീ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഉടൻ 6 നക്ഷത്രങ്ങളിലെത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. ഞാൻ നിങ്ങളെ 15 മരകഷ്ണങ്ങൾ കൊണ്ടടിക്കും. തയ്യാറായിരിക്കൂ. ഗുരു പറഞ്ഞു. ഇത് കേട്ട് അമ്പരന്ന അമരൻ വരുണമിത്രനോട് പറഞ്ഞു, 15 കഷ്ണം? എന്താണ് ഗുരു? വരുണമിത്രൻ തന്റെ വേല തുടങ്ങാൻ തയ്യാറായി. എനിക്കൊന്നും കേൾക്കണ്ട അമര. നിങ്ങളുടെ പുറകിൽ നിന്ന് ആ കല്ല് നീക്കം ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടത് ഒരു മികച്ച അവസരമാണ്. നേരിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 6 നക്ഷത്ര ശക്തികൾ ഉടൻ ലഭിക്കും. നിങ്ങൾ സ്വയം അനാവശ്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതാദ്യം നിർത്തുക. ആദ്യം ഞാൻ പറയുന്നതനുസരിക്കൂ, എന്നിട്ടാവാം ചോദ്യങ്ങൾ. വരുണമിത്രൻ കടുപ്പിച്ചു പറഞ്ഞു. ഗുരു തന്റെ മുതുകിലെ കരിങ്കല്ല് മാറ്റാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമരന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. അതിൽ പെട്ടെന്നൊരു തിളക്കം വന്നു. പിന്നെ സമയം കളയാതെ മുതുകിൽ കൈവച്ച് ആ കറുത്ത കല്ല് അഴിച്ചു മാറ്റി. അമരൻ ആ കല്ല് താഴെ വെച്ചു. മുതുകിൽ നിന്ന് കനത്ത കല്ല് വീണയുടനെ തന്റെ ശരീരം വായുവിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ അമരന് തോന്നി. തൽഫലമായി അവന്റെ ശരീരം ഊർജ്ജസ്വലമായി പൊട്ടിത്തെറിച്ചു. അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഊർജം മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. എല്ലുകളെ കുലുക്കുന്നതിനിടയിൽ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന ഒരാൾ പെട്ടെന്ന് ശുദ്ധജലം കണ്ടെത്തിയതുപോലെ ദൃഢമായ തന്റെ ശക്തി അവൻ അനുഭവപ്പെട്ടു. തന്റെ ഓരോ സുഷിരങ്ങളിലൂടെയും ഊർജം ഒഴുകുന്നത് അമരന് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൻ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ തന്റെ ശരീരം ഒരു പക്ഷിയെപ്പോലെ പറക്കുന്നതായി അയാൾക്ക് തോന്നി. അമരൻ തലയുയർത്തി മുന്നിൽ തൂങ്ങിക്കിടക്കുന്ന 15 തടികൾ സൂക്ഷിച്ചു നോക്കി. നിലത്ത് കിടന്നിരുന്ന ഒരു മരക്കഷ്ണത്തിൽ ചാടി അമരന്റെ കാലുകൾ വീണ്ടും മരത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ അത് നന്നായി കൈകാര്യം ചെയ്തു. ഗുരു, ഞാൻ തയ്യാർ. വെറും 15 തടിക്കഷ്ണങ്ങളല്ല, എല്ലാ മരക്കഷ്ണങ്ങളും വേഗം അയക്കൂ ഗുരു. ഇനി എത്ര തടികഷ്ണങ്ങൾ വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ്, അവൻ പറഞ്ഞു. 15 തടികഷ്ണം മാത്രമല്ല, അതിലുമേറെ കൈകാര്യം ചെയ്യാൻ തയ്യാറാണെന്ന് അമരൻ പറഞ്ഞപ്പോൾ തന്നെ അവന്റെ ആവേശം പ്രകടമായിരുന്നു. അവന്റെ ധൈര്യം കണ്ട് വരുണമിത്രൻ അവനോട് പറഞ്ഞു, വളരെ നല്ലത് അമര, തയ്യാറാവുക. ഗുരു പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു. പിന്നെ ഗുരു വായുവിൽ കൈവീശി 15 കഷ്ണങ്ങളും അമരന്റെ നേരെ ഒരേ സമയം വിക്ഷേപിക്കുകയും അവനെ ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം അമരൻ തടിക്കഷ്ണങ്ങളെല്ലാം തനിക്ക് നേരെ വരുന്നത് കണ്ട് ശക്തി പ്രയോഗിച്ച് പശയുടെ പിടിയിൽ നിന്ന് കാലുകളെ